നമ്മുടെ കപ്പലിലെ പെരുന്നാൾ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ നോക്കിക്കൊണ്ട് പാട്ടൊക്കെ പാടി കിടക്കുവാണ് അപ്പൂസേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അവിടേക്ക് ഒന്ന് അടിച്ചു വരി കേട്ടോ. തലേന്നത്തെ ചിക്കൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ മോരുകറി ഇരിപ്പുണ്ടേ. അപ്പോൾ അന്നേരമാണ് മമ്മി വന്നത്. അപ്പോൾ മമ്മി വന്നപ്പോൾ അഭിമോളങ്ങളുടെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ചോറൂടെ കഴിഞ്ഞ് മമ്മി തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ കൂടെ അഭിമോളങ്ങളുടെ 2 ദിവസത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കപ്പലിൽ പെരുന്നാളായതുകൊണ്ട് അതിനു മുമ്പ് മമ്മി കൊണ്ടുവിടാം എന്ന് പറഞ്ഞാലാണ് അവളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൂസിന് വഴക്കൊന്നും ഉണ്ടായില്ല. അഭിമോളെ കൂടെ കൊണ്ടുപോകുന്നതിന് അവളെ കൊണ്ടുപോകാൻ കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ 2 പേരുടെ അടിയാണെങ്കിലും അഭിമോള് അവിടെ ചെന്നിട്ട് എന്നും വൈകിട്ട് രാവിലെയൊക്കെ അനിയനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ കപ്പലിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ശനി ഞായർ, അതായത് 18ഉം 19ഉമാണ് പെരുന്നാൾ കേട്ടോ. അങ്ങനത്തെ പള്ളിയിലൊക്കെ ചെന്ന് നൊവേനയും കുർബാനയും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ണിയപ്പം തരുവട്ട് നേർച്ചയായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി ഞങ്ങളത് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് കിട്ടിയ ഉണ്ണിയപ്പം ഞാൻ ഒരെണ്ണം അവിടെ നിന്ന് കഴിച്ചു. ഒരെണ്ണം 2 വെച്ച് കിട്ടിയായിരുന്നേ. ഒരെണ്ണം വീട്ടിൽ വന്നിട്ടും കഴിച്ചു. പിന്നെ ഞാനും ചേട്ടായും കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് മാങ്ങാപ്പഴം തിന്നുവാണേ. പിന്നെ രാത്രിയിലത്തേക്ക് മുട്ടയും ചപ്പാത്തിയും കൂടെയുള്ള റോളായിരുന്നു ഉണ്ടാക്കി കഴിച്ചത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചേട്ടായുടെ വീട്ടിലേക്ക് പോവുകയാണേ. നമ്മൾ പോണ വഴിക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ പാടം. 2 സൈഡിലും പാടമുണ്ട്. നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് പപ്പാനെയും അമ്മേനെയും അബീനെയും കൂട്ടിക്കൊണ്ട് വടക്കാഞ്ചേരിക്ക് പോവുകയാണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. ചായയും കുടിച്ചു. എന്നിട്ട് അഭിമോള് ഒക്കെ കൂട്ടി പപ്പനും അമ്മേനെയൊക്കെ കൂട്ടി ഞങ്ങളിത് വടക്കാഞ്ചേരിക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ ടോൾ പ്ലാസയിലൊക്കെ എത്തി. പിന്നെ അപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പോഴേക്കും അഭിമോൾക്ക് ഉറക്കം വന്നിട്ട് അഭിമോൾ അവിടെ ഉറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. തൃശ്ശൂർ കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ പോകണം കേട്ടോ. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലെത്തി, പപ്പയുടെ പെങ്ങളുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് കുറേ മാങ്ങയും പൊട്ടിച്ചു. പിന്നെ അവിടെ എൻ്റെ അടുത്തില്ലാത്ത കുറേ ചെടികൾ കണ്ടപ്പോൾ അതും ഞാൻ പിഴുതെടുത്തു കേട്ടോ. പിന്നെ ആ വീട്ടിൻ്റെ ഓപ്പോസിറ്റും ഫുൾ വനമാണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. മാനോ മയിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരാറുള്ളൂ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ആൻറ്റിയുടെ മോളുടെ വീട്ടിലെത്തി കേട്ടോ. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ചായ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പൂസാണെങ്കിൽ അവിടുത്തെ മണ്ണിൽ കിടന്നുകൊണ്ട് ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. കളിയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാലും മുഖമൊക്കെ കയ്യും പോയി തന്നെ പോയി കഴുകുന്നേ കാണുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചു വന്ന വഴി ഇടയ്ക്കൊരു ഭാഗം കുറച്ച് ഒരു വനമേഖല പോലെയാണ് കേട്ടോ. ആൾക്കാരോ ഒന്നുമില്ലാത്ത വിജനമായ ഒരു സ്ഥലം പോലെയാണ് കേട്ടോ. അങ്ങനത്തെ വീണ്ടും ടോളിലെത്തിയപ്പോൾ അവിടെ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ 4 പേരും യാത്ര നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. എത്ര ദൂരം വേണമെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നും തോന്നിയില്ല. എന്നിട്ട് മമ്മീനെയും പപ്പേനെയും വീട്ടിൽ ആക്കിയിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അങ്കമാലി എത്തിയപ്പോൾ അങ്കമാലി വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വൈകിട്ട് പാല് വരുമ്പോൾ അത് ഒന്ന് എടുത്ത് വെച്ചേക്കാൻ അടുത്ത വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ അവർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അങ്ങനെ അവിടുന്ന് പാലൊക്കെ വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. എൻ്റെ അപ്പൂസ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അവനെ തന്നെ ചെയ്യണമെന്നൊരു വാശിയൊക്കെയാണ് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ആ പാൽ ഞാൻ വെച്ചിടത്ത് മാറ്റി അവന് ഇഷ്ടമുള്ളിടത്ത് അവൻ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ അഭിമോളാണെങ്കിൽ ഒന്ന് വീണായിരുന്നു. അപ്പോൾ ചെറിയൊരു മുറിവുണ്ട്. അപ്പോൾ അപ്പൂസാണെങ്കിൽ ഒരു ക്രീമൊക്കെ എടുത്ത് ബ്രഷിൽ തേച്ചിട്ട് അവർക്ക് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.